നമസ്കാരം, ഞാൻ നയന ഗിരീഷ്. നയൻസ് ഡ്രീംസ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എന്നും രാവിലെ മിക്കവാറും എല്ലാ വീടുകളിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ് സോക്സ് കാണാനില്ല എന്നുള്ള പരാതി, അല്ലേ? മിക്കവാറും എല്ലാ വീട്ടമ്മമാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണത്. അതിന് നമുക്ക് തന്നെ ഒരു പരിഹാരം കണ്ടെത്താവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റ് സോക്സ് ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ 5 മിനിറ്റ് എക്സ്ട്രാ സ്പെൻഡ് ചെയ്താൽ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. പെയറായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ സോക്സ് സൂക്ഷിക്കാൻ പറ്റും. ഇതാണ്, ഇത് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം താഴേക്ക് ആക്കി 2 സോക്സ് കൂടെ ഒരുമിച്ചെടുക്കുക. പെയറുള്ള സോക്സ് ഒരുമിച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ താഴേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. ചുരുട്ടിയെടുത്തതിന് ശേഷം ലാസ്റ്റ് വരുന്ന ഒരെണ്ണം അതിൻ്റെ മുകളിലേക്ക് തന്നെ വെച്ച് കൊടുക്കുക. ഇതാ, ഇത് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം വന്നിട്ട് നമുക്ക് ഇതിനകത്തേക്കൊന്ന് ആക്കി കൊടുക്കാം. കണ്ടോ? ഇപ്പോൾ ഒരു സോക്സിൻ്റെ ഉള്ളിലായി. കണ്ടോ? ഇതുപോലെ വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനും പറ്റും, എടുക്കാനും എളുപ്പമല്ലേ? വളരെ എളുപ്പമല്ലേ ഇത് ഇങ്ങനെ ചെയ്യാനായിട്ട്? ഒരു ഫോൾഡിങ് കൂടെ കാണിച്ചു തരാം. ഒരു ഫോൾഡിങ് മെത്തേഡ് കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ സോക്സിനെ ക്രോസ് ആയിട്ട് വെക്കുക. ക്രോസ് ആയിട്ട് വെച്ചതിന് ശേഷം താഴെ വെച്ചിരിക്കുന്ന സോക്സിനെ ഇതിന് മുകളിലേക്ക് വയ്ക്കുക. ഇതുപോലെ മുകളിലേക്ക് വയ്ക്കുക. വീണ്ടും മുകളിലേക്ക് വയ്ക്കുക. ഇപ്പോൾ 3 ഭാഗവും നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ 1 തിരിച്ച് 2 ഇത് 3 ഓപ്പൺ ആയിട്ടുള്ള ഈ ഭാഗം ഇതെടുത്തിട്ട് താഴേക്ക് വയ്ക്കുക. അതിനുശേഷം ഈ ഒരു ഇതിനകത്തേക്ക് അങ്ങോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. കണ്ടോ? വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വയ്ക്കാം. ഇത് കുറച്ച് ഗുണ്ടുമാണ് അല്ലേ? കുറച്ച് തിക്കായിട്ടിരിക്കണം. ഇത് കുറച്ച് തിന്നായിരിക്കണം. ഇത് 2 തരം ഫോൾഡിങ്ങും ഏതെങ്കിലും ഒരെണ്ണം. എനിക്കിഷ്ടം ഇതാണ് കേട്ടോ. വളരെ ഈസി അല്ലേ? പെട്ടെന്ന് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിങ്ങനെ താഴെ ടേബിൾ വേണം, ഇതെല്ലാം വേണം. ഇതാകുമ്പോൾ നമുക്ക് കൈ വെച്ച് പെട്ടെന്ന് ഫോൾഡ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ 2 ടൈപ്പ് ഫോൾഡിങ്ങിൽ നമുക്ക് സോക്സ് ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കും ഹസ്ബൻഡിനും എടുക്കാനും എളുപ്പം. രാവിലത്തെ നമ്മുടെ തിരക്കിനിടയ്ക്ക് അവർ ബുദ്ധിമുട്ടിക്കുകയില്ല, അല്ലേ? ഇതിന് സൂക്ഷിക്കുന്നത് എങ്ങനെയെന്ന് കൂടി പറഞ്ഞുതരാം. ഇതുപോലൊരു ബോക്സ് എടുത്തിട്ട് ആ ബോക്സിലേക്ക് ഇതുപോലെ സോക്സുകൾ ഇങ്ങനെ അടുക്കി വെക്കുകയാണെങ്കിൽ, കണ്ടോ? ഇതുപോലെ അടുക്കി വെക്കുകയാണെങ്കിൽ ഓരോരുത്തരുടെ സോക്സുകളും ഓരോ ഹസ്ബൻഡിൻ്റെ ഒരു ബോക്സിൽ, കുട്ടികളുടെ ഒരു ബോക്സിൽ, ഇതുപോലെ ഓരോ ബോക്സായിട്ട് അടുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാനും വളരെ ഈസി ആയിരിക്കും. ഓരോ കളർ ബോക്സ് എടുത്താൽ മതി, പല കളറിലെ ബോക്സ് എടുത്താൽ മതി. അപ്പോൾ ഭയങ്കര ഈസിയാണ്. ഇത് നമുക്ക് കബോർഡിലോ അതുപോലെ ടേബിളിലോ എവിടെ വേണമെങ്കിലും സൂക്ഷിച്ച് വയ്ക്കാം. വളരെ ഈസി ആയിട്ട് ഒരു കൊച്ചു ട്രിക്കിലൂടെ നമുക്ക് ഈ സോക്സ് കാണുന്നില്ല എന്നുള്ള പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഈ തിക്കായിട്ട് ഫോൾഡ് ചെയ്താണോ തിന്നായിട്ട് ഫോൾഡ് ചെയ്താണോ ഇഷ്ടമായതെന്ന് കൂടി കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള സിമ്പിൾ ടിപ്സുമായിട്ട് ഇനിയും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.